പിന്നെ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ കുറേ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഹസ്ബൻഡ് അനിയൻ്റെ വൈഫിനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്പിൽ പോയി ഡ്രസ്സിൻ്റെ അവിടെ പോയിട്ട് പിന്നെ അവരോടൊക്കെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ 8 ചുരിദാർ വേണം, അപ്പോൾ കുറച്ച് ക്വാളിറ്റിയിലത് വേണം, പിന്നെ എത്ര രൂപയാവും ചോദിച്ചു. അപ്പോൾ 8 ചുരിദാറും കൂടി വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടിൽ തരുമോ ചോദിച്ചു. അപ്പം അവർക്കൊന്നും ഒരേപോലത്തെ ചുരിദാർ തരാൻ പറ്റിയില്ല. അങ്ങനെ പുറത്ത് ടൗണുകളിലൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ ചോദിച്ചു നോക്കും. അപ്പം അവർക്കൊന്നും അതിന് കഴിയണില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരേപോലത്തെ ചുരിദാറൊന്നും എത്തിച്ചേരാൻ പറ്റില്ല, പിന്നെ ചെറിയ റേറ്റിന് അങ്ങനെ കിട്ടില്ല. ഒന്നായിട്ട് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് തരുമല്ലോ എഴുതിയിട്ടാണ് ഞാൻ ഇതേപോലെ അന്വേഷിക്കാൻ പോയത്. ഒരേപോലെയുള്ള ചുരിദാറിനെ അവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടല്ലോ, ഒരാളത് കാണുമ്പം അതേന്നും എനിക്ക് പറ്റിയത് അങ്ങനെ തോന്നിയിരുന്നില്ല. അപ്പോൾ ഒരേപോലത്തെ കളറും ഒരേ മോഡലിലെ ചുരിദാറിനെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വേറെ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവർ ഈ ആനുവൽ ഡേ ഒക്കെ ആകുമ്പം എല്ലാ ടീച്ചേഴ്സും ഒരേപോലത്തെ ചുരിദാറാണ് അങ്ങനെ സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവർക്ക് ഒരേപോലത്തെ ഒരു ചുരിദാർ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അന്ന് തന്നെ കയ്യൊങ്കി വാങ്ങിക്കൊടുക്കണം എന്ന് മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു, കയ്യൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഈ ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ച് ഇങ്ങനെ കുറച്ച് കാലമായി ഇങ്ങനെ നടക്കണം കേട്ടോ. എപ്പോഴും നിസ്കരിച്ചുമ്പോൾ പഠിച്ചുകൊണ്ട് പറയും, ഖുർആൻ ഓതുമ്പോൾ പഠിച്ചുകൊണ്ട് പറയും, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചങ്ങാണ്ട് സുജൂദൊക്കെ കടന്നുകൊണ്ടൊക്കെ പഠിച്ചുകൊണ്ട് പറയും, പഠിച്ചോനെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരാമെന്ന് പറയും. ഞാൻ ഹസ്ബൻഡിനോട് ഇതുവരെ അതിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ, അപ്പോൾ സമ്മതിക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല.